വാർത്തകളിലേക്ക് വിശദമായി. കരുവന്നൂർ കള്ളപ്പണ കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇഡിക്ക് മുന്നിൽ ഹാജരായി. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ PK ഷാജനും ED ഓഫീസിലെത്തി. പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ടുകളില്ലെന്ന് MM വർഗീസ് ആവർത്തിച്ചു. നമുക്ക് ഒരു അക്കൗണ്ട് മറച്ചു വയ്ക്കാനില്ല. പിന്നെ വന്നിരുന്നില്ലേ, അഞ്ചാമത്തെ ദിവസമായിരുന്നു. പറയാനുള്ളത് എനിക്ക് പറയാനുള്ളതൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി AT അശ്വതി ചേരുന്നു. അശ്വതി, നേരത്തെ MM വർഗീസ് 26 വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കുകൾ ഉണ്ടെന്നാണ് ED അറിയിച്ചത്. എന്നാൽ ED കർശന നിലപാടെടുത്തപ്പോൾ അദ്ദേഹം ഇന്ന് ഹാജരായിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ED MM വർഗീസിൽ നിന്ന് തേടുന്നത്? ലിബീഷ്, ഇന്ന് MM വർഗീസ് അല്പസമയത്തിന് മുമ്പാണ് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായത്. PK ഷാജൻ അദ്ദേഹത്തിനോടൊപ്പം ഹാജരായിട്ടുണ്ട്. ഈ വിഷയത്തിൽ പ്രധാനമായും CPMന്റെ രഹസ്യ അക്കൗണ്ടുകളെ കുറിച്ചാണ്. ഈ CPMന് കരുവന്നൂർ ബാങ്കിൽ 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളും ഇതിനു മുൻപുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്തും അതിനു മുൻപ് കുറ്റപത്രം സമർപ്പിക്കുന്ന ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്തെല്ലാം തന്നെ ED കോടതിയിലും ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. EDയുടെ സത്യവാങ്മൂലത്തിലും ഇത് വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും MM വർഗീസിനെ ED വിളിച്ചിരിക്കുന്നത്. ഇതിനു മുൻപും ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഒരു അക്കൗണ്ടും CPMന് ഇല്ല എന്നാണ് MM വർഗീസ് അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ അക്കൗണ്ടുകളിലൊന്നും തന്നെ KYC നിയമങ്ങളോ അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങളോ ഉണ്ടായിട്ടില്ല. അത്തരത്തിലെടുത്തിട്ടുള്ള ഒരു അക്കൗണ്ടുകൾ അല്ല എന്നും EDയുടെ കണ്ടെത്തലുണ്ട്. അത് സംബന്ധിച്ച വിശദാംശങ്ങളും ED ചോദിച്ചറിയും. ഒപ്പം തന്നെ ഈ അക്കൗണ്ടുകൾ വഴി നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷനുകൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന്റെ വിശദാംശങ്ങളും ED അന്വേഷിക്കും. എന്തായാലും ED ഈ വിഷയത്തിൽ കുറെ കൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കുക, ഒപ്പം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയുക, ഇത്തരം കാര്യങ്ങളായിരിക്കും ഇന്ന് ചോദ്യം ചെയ്യുന്നത് പ്രധാനമായും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ PK ഷാജൻ അദ്ദേഹം ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ CPM നിയോഗിച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷനുണ്ട്. അദ്ദേഹം ഈ അന്വേഷണ കമ്മീഷൻ അംഗം കൂടിയാണ് CPMന്റെ. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം PK ബിജുവിനെ ചോദ്യം ചെയ്തപ്പോഴും ലഭിച്ചിരിക്കുന്ന വിശദാംശങ്ങളും ഇത്തരം കാര്യങ്ങളെല്ലാം ആയിരിക്കും പ്രധാനമായും അദ്ദേഹത്തോടും ചോദിച്ചറിയുക. എന്തായാലും രണ്ടുപേരും ഇപ്പോൾ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. വൈകുന്നേരം വരെ ചോദ്യം ചെയ്യൽ നീളുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലിബീഷ്. ശരി അശ്വതി. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസും കോർപ്പറേഷൻ കൗൺസിലർ PK ഷാജനും ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുകയാണ്. വിവരങ്ങളാണ് AT അശ്വതി നൽകിയത്.